ഇസ്ലാമിക് കൗൺസിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന മുഹബ്ബത്തെ റസൂൽ നബിദിന മഹാസമ്മേളനത്തിലും അതോടൊപ്പം തന്നെ സമസ്തയുടെ 100-ാം വാർഷിക പ്രചാരണ സമ്മേളനത്തിലും പങ്കെടുക്കാൻ വേണ്ടി കുവൈറ്റിലെത്തിയിട്ടുള്ള കോഴിക്കോട് ഖാദിയും സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിൻ്റെ സംസ്ഥാന അമീറും അതോടൊപ്പം തന്നെ സുപ്രഭാതം ഡയറക്ടർ കൂടിയായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് കോയ ജമല്ലൈലി തങ്ങളാണ് നമ്മളോട് കൂടെ ഇന്നുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുവൈറ്റിലെത്തിയപ്പോൾ കുവൈറ്റിലെ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ്, ചൂടാണ്. ആദ്യം പറയാനുള്ളത്, നമ്മൾ നല്ല മഴയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോൾ ചൂടാണ്. പിന്നെ റബീഉൽ അവ്വൽ 12 അന്നാണ് ഇവിടെ എത്തുന്നത്. അതെ അതെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാമത് ജന്മദിനമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ന് നാട്ടിലൊക്കെ ഇന്നും നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, വർഷങ്ങൾക്ക് മുമ്പേ ഈ മൗലിദ് റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന സദസ്സുകളൊക്കെ തന്നെ കുവൈത്ത് നടക്കാറുണ്ട്. ഇതിനു മുമ്പും ഒരു പ്രാവശ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുകളുടെ ഈ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹവും അതിലുപരി പ്രവാസികളായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരുടെ ആവേശമൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം കാണുകയാണ്. ഈ പ്രവാചക തങ്ങളുടെ ഈ ആത്മീയ ഈ ജന്മദിന ആഘോഷത്തോട് മൗലിദ് സദസ്സിലൊക്കെ തന്നെ അവരുടെ പങ്കാളിത്തവും അതിനുവേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഈ ആത്മാർത്ഥമായ സ്നേഹവും കാണുമ്പോൾ നമുക്കൊക്കെ അവരോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ ആവേശപരമായ ഈ പരിപാടികളാണ് കഴിഞ്ഞ വർഷങ്ങളും ഈ വർഷങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സമസ്ത അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ചുവടുവെപ്പായിട്ട് ആദർശവിശുദ്ധിയിലൂടെ നൂറ്റാണ്ടിലൂടെ എന്ന പ്രമായത്തിൽ കാസർഗോഡ് വെച്ച് കുനിയയിൽ വെച്ച് സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ എന്ന നിലയിൽ പ്രവാസി സമൂഹത്തോട് സമസ്തയുടെ പദ്ധതികളെക്കുറിച്ച്, വരാനിരിക്കുന്ന സമ്മേളനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സമസ്ത ഇന്ന് അന്താരാഷ്ട്ര തലത്തിലാണ് സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും ആ അന്താരാഷ്ട്ര സമ്മേളനത്തിലേക്കാണ്. 100 വർഷം ഒരു സംഘടന പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിലൊക്കെ തന്നെ വളരെ അപൂർവമാണ്. തീർച്ചയായിട്ടും ഇത് സമസ്ത ആദർശ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നേ വരെ നമ്മുടെ ആദർശത്തിന് യാതൊരു വ്യതിയാനം സംഭവിക്കാത്ത രീതിയിൽ, മാത്രമല്ല എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ സമസ്ത അവിടെ രൂപീകൃതമായത് ആ ആവശ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ 100 വർഷം ആഘോഷിക്കുമ്പോൾ ഉറുസൂലികളായ മഹാരഥന്മാരെ നമ്മൾ ഓർക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തോടു കൂടി സമസ്ത എന്ന മഹൽ പ്രസ്ഥാനത്തിൻ്റെ ആഗോള തലത്തിലുള്ള ശ്രദ്ധ കൂടി ഇതിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരുപാട് കർമ്മ പദ്ധതികൾ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയിലൊക്കെ തന്നെ ഈ ഒരു 100 വർഷം പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ തന്നെ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. തകൃതിയായിക്കൊണ്ട് ഓരോ അതിൻ്റെ പിന്നെ സബ് സംഘടനകളൊക്കെ തന്നെ, സ്വസംഘത്തിൻ്റെ ശാഖകൾ, പിന്നെ സമിതികളൊക്കെ തന്നെ തകൃതിയായി കൂടുന്നുണ്ട്. സമ്മേളനം ഒരർത്ഥത്തിൽ നമുക്ക് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശമാണ്. മാത്രമല്ല അതിൻ്റെ 100 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ അതിൻ്റെ സംഘാടകരാകാനും പ്രചാരകരാവാനും അതിന് പങ്കാളിത്തം ലഭിക്കുക എന്നുള്ളത് ഒരു സൗഭാഗ്യമായി തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഇപ്പം ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ വരെ സമസ്തയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ സത്യമാണ്. എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ അടുത്ത് പിന്നെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കോഫി ബുക്സിൽ നമുക്കറിയാമല്ലോ, അത് വളരെ വ്യക്തമായിട്ട് അവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ സമസ്ത എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് സമസ്തയെ ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് എന്നുള്ളത് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമസ്തയുടെ ഈ വ്യാപനം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പിന്നെ പ്രൈവറ്റ് സൊസൈറ്റിക്ക് ഇത്രമാത്രം വലിയ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ കൊണ്ടുപോവുക എന്നുള്ളത് അത് സമസ്തക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.
തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് സമസ്ത ഈ എഡ്യൂക്കേഷൻ രംഗത്ത് ഇപ്പോൾ ഇത്രയും മദ്രസകളുണ്ട് എന്നതും അതേപോലെ തന്നെ ഈ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന നിശബ്ദ വിപ്ലവം അതിപ്പോൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കിക്കാണുകയാണ് അവരിലും വളരെ പിന്നെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ വിദ്യാഭ്യാസ സംവിധാനം ഇപ്പോൾ നമുക്കറിയാം അൽബിർ ഈ കുട്ടികളുടെ ഈ പ്രീമറി തലത്തിലുള്ള വിദ്യാർത്ഥി സംവിധാനം, അതുപോലെ തന്നെ പിന്നെ SNEC എന്ന നാഷണൽ എഡ്യൂക്കേഷൻ പദ്ധതി, ഇതൊക്കെ തന്നെ വലിയൊരു വിപ്ലവമാണ്. കാരണം കുറഞ്ഞ കാലയളവിൽ വളരെ ആകർഷണീയമായ രീതിയിൽ മാത്രമല്ല ആളുകളുടെ പിന്നെ ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലും പിന്നെ സ്വീകരിക്കുന്ന രീതിയിൽ ഈ സംവിധാനം എത്തി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും മറ്റ് പല മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ മേഖലയാണല്ലോ നമ്മുടെ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. നമ്മുടെ ഈ വിശ്വാസികളുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്നുള്ള സമസ്തയുടെ ആ ലക്ഷ്യം എന്നും തുടരും എന്നുള്ളത് തന്നെയാണ് വിളിച്ചു വന്നത്. തങ്ങൾ കുവൈത്തിൽ ഇതിനു മുമ്പും പല പ്രാവശ്യം കുവൈത്തിൽ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ മുഹബത്ത് റസൂൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു നീണ്ടകാലത്തെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ട് വരാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ നബിദിന സമ്മേളനങ്ങളും നാട്ടിലെ നബിദിന സമ്മേളനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികൾ നമുക്കിവിടെ ഉണ്ട്. ഈ അർത്ഥത്തിലൊക്കെ തങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംഘടിപ്പിക്കുന്ന പരിപാടികളൊക്കെ എങ്ങനെ നാട്ടിലത്തെ ഇവിടത്തെ ഒരു കമ്പയർ ചെയ്യുന്നതും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും എങ്ങനെയാണ് തങ്ങൾ? ഒരു പ്രവാസ ജീവിതത്തിൽ ഇവിടുത്തെ നിയമങ്ങൾക്ക് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഇത്രമേൽ ഒരു വലിയ സംവിധാനത്തോടുകൂടി പരിപാടികൾ നടത്തുക എന്നുള്ളത് അത് എന്തുകൊണ്ടും പ്രശംസിക്കപ്പെടേണ്ടതാണ്. കാരണം നമുക്ക് പിന്നെ മറു രാജ്യമാണ്, നമ്മുടെ പിന്നെ പരിമിതിക്കുള്ളിൽ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയുമ്പോൾ, എന്നാലും ഇവിടെ നടത്തുന്ന പരിപാടിയിലെ ഈ ജനബാഹുല്യവും അതോടൊപ്പം ഓരോ പരിപാടിയിലും ആവിഷ്കരിക്കപ്പെടുന്ന പിന്നെ ജനനന്മകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടായത് 25 കുട്ടികൾക്ക് പിന്നെ വിവാഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള വലിയൊരു പദ്ധതിയായിരുന്നു. ഞാനന്ന് ഒരു ദിവസത്തിൽ തന്നെ ഈ ആളുകൾ ആ കാര്യം ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഈ പ്രവാസികളോടുള്ള ഒരു വല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഈ വേർപ്പ് തുള്ളികൾക്കിടയിൽ കൊണ്ടുകൊണ്ട് അവർ ഈ ഒരു ഇത്രമാത്രം ഒരു സംവിധാനത്തിന് കൂടെ നിന്ന് ഇങ്ങനെയൊക്കെ സഹായിക്കുക എന്ന് പറയുമ്പോൾ, കാരണം ഓരോ കുട്ടികൾക്ക് സ്വർണം നൽകുന്ന പദ്ധതിയിൽ ഒരൊറ്റ ദിവസത്തിൽ തന്നെ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ ആ കാര്യം ഏറ്റെടുക്കുകയാണ്. അതെ, അത് ഈ ആളുകളുടെ മനസ്സും അവർ ഈ സമൂഹത്തിൽ ചെയ്യുന്ന സേവനവും, പ്രത്യേകിച്ച് എന്ന സമസ്ത എന്ന സംവിധാനത്തോട് കൂടെ നിന്ന് സമസ്തയോട് സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനമൊക്കെ തന്നെ വല്ലാതെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും അത് പിന്നെ പ്രത്യേകിച്ച് കുവൈത്തിലെ നമ്മുടെ പ്രവാസികൾ KSCൻ്റെ പ്രവർത്തകർ അവരുടെ വിശ്രമമില്ലാത്തൊരു പ്രവർത്തനവും, അവർക്ക് വിശ്രമമില്ല, ജോലിക്കിടയിൽ അവർ ചെയ്യുന്ന ഈ പ്രവർത്തനം എങ്ങനെയാണ് അവരെ പിന്നെ അനുമോദിക്കുക, പ്രശംസിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. അൽഹംദുലില്ലാഹ് അവരുടെ സന്തോഷമുള്ള കാര്യത്തിൽ